കെ സുധാകരന് കണ്ണൂർ സീറ്റ് നൽകാൻ സിഇസി യോഗത്തിൽ ധാരണ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങി പാർട്ടി സീറ്റ് നൽകാൻ ധാരണയായിരിക്കുകയാണോ? ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണോ? സിഇസി യോഗം കഴിഞ്ഞു. സിഇസി യോഗത്തിലെ പൊതുധാരണ അനുസരിച്ചാണ് കെ സുധാകരന് സീറ്റ് നൽകാനുള്ള ഒരു ധാരണയായത്. എന്നാൽ ഇത് സംബന്ധിച്ച കടുത്ത എതിർപ്പാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ നടത്തിയത്. ഖാർഗെയെ സംബന്ധിച്ചുള്ള ഖാർഗെ എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും അത് ഖാർഗെ വ്യക്തമാക്കുകയും ചെയ്താണ്. ഖാർഗെ അനുനയിപ്പിക്കാനാണ്, ഖാർഗെയാണ് ഇതിൽ അവസാന വാക്ക്. രാഹുൽ ഗാന്ധി പോലും ഇക്കാര്യത്തിൽ ഖാർഗെ തീരുമാനമെടുക്കട്ടെ എന്നൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള നേതാക്കൾ PCC പ്രസിഡന്റും അതേപോലെ തന്നെ AICC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ KC വേണുഗോപാലും അതേപോലെ VD സതീശനും അല്പസമയം കഴിഞ്ഞാൽ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തും. ഇവിടെ ഒരു യോഗത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഖാർഗെയുടെ വസതിയിലുണ്ട്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നടത്തുകയും യോഗം നടത്തിയ ശേഷം ഈ യോഗത്തിന്റെ കേരളത്തിന്റെ യോഗം നടത്തിയ ശേഷം ഇത്തരം വീണ്ടും ഒരു യോഗം, അതും AICC അധ്യക്ഷന്റെ വീട്ടിൽ നടത്തുന്നത്. അവിടെ വെച്ച് ഈ സുധാകരന്റെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം നടന്നില്ല. അതിലേക്ക് കാര്യങ്ങൾ വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും സുധാകരൻ മത്സരിക്കട്ടെ എന്നതാണ് പൊതുധാരണ. എന്നാൽ അത് പുറത്തേക്ക് വരണമെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ അനുമതി വേണം. അതിനുവേണ്ടി പതിവിൽ ഒരിക്കൽ പോലും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. CEC യോഗം കഴിഞ്ഞ് അല്ലെങ്കിൽ പട്ടിക പുറത്തുവിടുന്നതിന് മുമ്പ് വീണ്ടും AICC അധ്യക്ഷന്റെ വീട്ടിലെത്തുക, അവിടെ വീണ്ടും യോഗം ചേരുക, അതിനുശേഷം പട്ടിക പുറത്തുവിടും എന്നതാണ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായിട്ട് സുധാകരൻ എംപിമാർക്ക് സീറ്റ് നൽകണ്ട എന്ന വിഷയത്തെക്കുറിച്ച് കേരള നേതാക്കൾ ഇവിടെ വെച്ച് യോഗം ചേർന്നിരുന്നു. അതിലുള്ള തീരുമാനമനുസരിച്ചാണ് MK രാഘവൻ അടക്കമുള്ള എംപിമാർക്ക് സീറ്റ് നിഷേധിച്ചത്. എന്നാൽ സുധാകരന്റെ കാര്യത്തിൽ സുധാകരൻ സമ്മർദ്ദം, അല്ലെ സുധാകരൻ എന്ന വ്യക്തിക്ക് നേരത്തെ കൊടുത്ത വാക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് കേരളത്തിലെ ഒരു സമുദായത്തിന്റെ തന്നെ വികാരമായി മാറുന്ന ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇത്തരമൊരു നീക്കത്തിന് CEC തയ്യാറായത്. എന്നാൽ CECയിലെ അന്തിമ തീരുമാനം എടുക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെയുടെ അനുമതി കൂടി വേണം. അതുകൊണ്ടാണ് ഈ CEC മീറ്റിംഗിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെയിൽ ഇത്തരം യോഗം നടക്കുന്നത്. അല്പസമയം 10:15 കൂടി വരും. 10:15 യോഗം വെച്ചത്. എന്നാൽ അല്പസമയം കൂടി വൈകുമെന്നാണ് നമുക്കറിയുന്നത്. 10:30 കൂടി യോഗം ഖാർഗെയുടെ വസതിയിൽ ചേരും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഒരു വിജയം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പൂർണ്ണ രൂപത്തിൽ കോൺഗ്രസ് സുധാകരന് മുമ്പിൽ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സുധാകരന്റെ വസതിയിലേക്ക് തീർച്ചയായും അത് തന്നെയാണ്. സുധാകരന്റെ സമ്മർദ്ദത്തിൽ പാർട്ടി വഴങ്ങുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ശരത്ലാൽ, അതിപ്പോൾ MPമാർ മത്സരിക്കുന്നതിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നിലപാട് ഏത് തരത്തിലായിരിക്കും? പ്രത്യേകിച്ചും ഇതിലൊരു അനുമതി നൽകുകയാണെങ്കിൽ മറ്റ് MPമാർക്ക് ഇളവിന് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടാകുമോ? വളരെ പ്രധാനപ്പെട്ട കാര്യം, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ അകത്തേക്ക് പോവാണ്. കാരണം കർണാടകയിൽ നിന്നുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അംഗം അദ്ദേഹം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹമാണ് കർണാടക മന്ത്രിയാണ്. അദ്ദേഹമാണ് സെൻട്രൽ കമ്മിറ്റി യോഗത്തിലുള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം ചോദിക്കാം. അപ്പോ കർണാടക മന്ത്രി കേരളത്തിന്റെ CECയിലെ അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ അല്പസമയം ഖാർഗെയുടെ വസതിയിലെത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന വളരെ സുധാകരന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം. ഖാർഗെ കൂടി സമ്മതിച്ചാൽ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കും. ശരത്ലാൽ, അത് തന്നെയാണ് ഖർഗെയുടെ നിലപാട് ഇതിൽ നിർണായകമായിരിക്കും. പ്രത്യേകിച്ചും MPമാർക്ക് മത്സരിക്കാൻ അനുമതിയില്ല എന്നുള്ളൊരു തീരുമാനം വരുമ്പോൾ ഇത്തരത്തിൽ സുധാകരന് കൂടെ അനുമതി നൽകുകയാണെങ്കിൽ മറ്റ് MPമാർക്ക് ഇളവിന് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടാകുമോ?
അതെ, അതുതന്നെയാണ്. ഇപ്പോൾ സുധാകരന് മത്സരിക്കാൻ അനുമതി നൽകിയാൽ സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശിന് അനുമതി നൽകേണ്ടി വരും. അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുന്നതും. അതുകൊണ്ട് തന്നെയാണ് AICC അധ്യക്ഷൻ്റെ തന്നെ തീരുമാനം വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുക വളരെ വളരെ സീരിയസ് ആയ വളരെ ഗൗരവപരമായ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടക്കുന്നത്. ഖാർഗെ ഇനി സുധാകരൻ്റെ ഭാവി ഖാർഗെയുടെ കയ്യിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആ കാര്യത്തിൽ ഖാർഗെ എന്താണ് മല്ലികാർജ്ജുന ഖാർഗെ ഈ രാത്രിയിൽ ഈ തീരുമാനമെടുക്കുക, അതിനുശേഷമായിരിക്കും പട്ടിക പുറത്തിറങ്ങുക. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ, CEC അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങൾ ഖാർഗെയുടെ വീട്ടിലേക്ക് ഉടനെ എത്തും. ഒരാൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. ഏതായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഖാർഗെയുടെ വസതിയിൽ അടിയന്തരമായ യോഗം നടക്കുന്നു. CEC യോഗത്തിന് ശേഷം ഖാർഗെയുടെ വസതിയിൽ സുധാകരന് സീറ്റ് സംബന്ധിച്ച അടിയന്തര യോഗം നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലേക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾ എത്തിച്ചതെന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് സുധാകരൻ്റെ സമ്മർദ്ദമാണ്. സുധാകരൻ തീരുമാനിച്ചു. ഹൈക്കമാൻഡ് അതിനനുസരിച്ച് വഴങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാൽ മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹം ഇതുവരെ വഴങ്ങിയിട്ടില്ല. അദ്ദേഹത്തെ എങ്ങനെ ഹൈക്കമാൻഡിനെ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ കേരളത്തിലുള്ള നേതാക്കൾക്ക് ഖാർഗെയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ഇത്തരമൊരു കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ്റെ സമ്മർദ്ദത്തിന് ഖാർഗെ ഒടുവിൽ സമ്മതം മൂളുമോ എന്നതുകൂടി നമുക്കറിയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മുഴുവൻ പട്ടികയും ഇന്ന് രാത്രി തന്നെ AICC പ്രഖ്യാപിക്കും എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. അല്പനിമിഷം കഴിഞ്ഞാൽ മറ്റ് കേരള നേതാക്കളും ഖാർഗെയുടെ വസതിയിലേക്ക് എത്തും. അതുകൂടി ഏതായാലും ഖാർഗെയുടെ വസതിയിൽ യോഗം അധികം നീളുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കേരള നേതാക്കൾക്കും അല്ലെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ചെയർമാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് CEC അംഗങ്ങളും ഒക്കെ ഇവിടെ എത്തും. അവരുടെ സമ്മർദ്ദത്തിന് മല്ലികാർജ്ജുന ഖാർഗെ വഴങ്ങുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ശരി, സുധാകരന് കണ്ണൂർ സീറ്റ് നൽകാൻ CEC യോഗത്തിൽ ധാരണയായിരിക്കുകയാണ്. അന്തിമ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും.